കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താർ റോക്സ് EMI വാങ്ങുന്നതിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ കൂടുതൽ പേരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ജോബിന് കയറിയിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജോബിന് കയറിയിട്ട് 2 വർഷമാകുന്നേ ഉള്ളൂ, എനിക്ക് പുതിയൊരു ബൈക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ എൻ്റെ ബഡ്ജറ്റിന് പറ്റിയ ബൈക്ക് ഏതായിരിക്കും, എൻ്റെ സാലറിക്ക് ഞാൻ ഏത് ബൈക്ക് വാങ്ങിച്ചാലാണ് ഫിനാൻഷ്യലി കറക്റ്റ് ആകുന്നത്? സോ കാര്യം ശരിയാണ്, എല്ലാ ആളുകൾക്കും കാർ വാങ്ങിക്കാൻ സാധിക്കണമെന്നില്ല. ഇപ്പോൾ ജോലിയിൽ കയറിയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വലിയ സേവിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു സാലറി കൊണ്ട് റൺ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല ബൈക്ക് ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു 10 ബൈക്കുകളാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സാലറി സ്കെയിലിനനുസരിച്ച് നിങ്ങൾ ഏത് ബൈക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾക്കത് ഫിനാൻഷ്യലി നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കാതെ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ എം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ബൈക്ക് എന്ന് പറയുന്നത് RR 310 ആണ്. RR 310 എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം വരുന്നത് 2,73,000 ആണ്. 3,47,000 ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്കിത് EMI നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത്, സാധാരണ വണ്ടി വാങ്ങാൻ ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത് 24-10 റൂളാണ്. അതായത് ഇതിനകത്ത് 20 എന്ന് പറയുന്നത് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. വണ്ടിയുടെ മൊത്തം ഓൺ റോഡ് പ്രൈസിൻ്റെ 20% നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണം. അടുത്ത 4 എന്ന് പറയുന്ന കാര്യം ടെന്യൂറാണ്, നമ്മൾ എത്ര വർഷത്തേക്കാണ് എടുക്കുന്നതെന്നുള്ള. അപ്പോൾ 4 വർഷത്തേക്കാണ് നമ്മളൊരു വണ്ടി EMIക്ക് എടുക്കേണ്ടത് എന്നാണ് ഈ റൂൾ വെച്ച് പറയുന്നത്. നെക്സ്റ്റ് 10 എന്ന് പറയുന്ന ആ വണ്ടിയുടെ ടോട്ടൽ മെയിൻ്റനൻസ് ഒരു മാസം നിങ്ങളുടെ സാലറിയുടെ 10% കൂടുതൽ പോകാൻ പാടില്ല. അതിപ്പോൾ സർവീസ് ഉൾപ്പെടും, അതുപോലെ തന്നെ നമ്മൾ അതിനടിക്കുന്ന ഫ്യൂവൽ, അതിൻ്റെ മന്ത്ലി EMI, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ മന്ത്ലി സാലറിയുടെ 10% മുകളിൽ അത് പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 85% പേർക്കും അവർ ഡിസേർവ് ചെയ്യുന്ന ബൈക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ 24-10 എന്നുള്ളത് ഞാൻ മാറ്റി 24-20 എന്നാക്കുകയാണ്. അതായത് നിങ്ങളുടെ മന്ത്ലി സാലറിയുടെ 20% ബൈക്കിൻ്റെ EMIയും പെട്രോൾ എക്സ്പെൻസും എല്ലാം കൂടി ആവാം. അങ്ങനെ മന്ത്ലി എക്സ്പെൻസ് ഒരു 10% കൂടെ ഞാനൊന്ന് ഉയർത്തി അല്ലെങ്കിൽ ഡബിൾ ആക്കി എന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് റൗണ്ട് ഫിഗർ 3,47,000 ആണ്. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 20%. ഈ 3,47,000-ന്റെ 20% നമ്മൾ എടുക്കുമ്പോൾ 69,400 ആണ് ഏകദേശം ഡൗൺ പേയ്മെന്റ് വരുന്നത്. റൗണ്ട് ഫിഗർ ആണ് എല്ലാം പറയുന്നത്. 4 വർഷത്തേക്കാണ് നമ്മൾ EMI, അതായത് 48 മന്ത്സിലേക്കാണ് നമ്മൾ EMI എടുക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ ബൈക്കുകൾക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9% ആണ്. ഇതിനിടയ്ക്കൊരു കാര്യം പറയാം, UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിസ്ക് എടുത്ത് പണമുണ്ടാക്കാനുള്ള സമയമോ സന്ദർഭമോ അല്ലെങ്കിൽ അറിവോ ഒക്കെ ഇല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളുണ്ട്. ഉദാഹരണത്തിന്, നമ്മളിടുന്ന പണം സേഫാക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ ലോങ് ടൈമിൽ നൽകുന്ന ഫണ്ടുകൾ, അതുപോലെ ഗ്യാരണ്ടീഡ് റിട്ടേൺ തരുന്ന നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് മികച്ച കമ്പനികളുടെ NRI ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അടുത്ത 3 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ എക്കണോമിയായി ഇന്ത്യ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അവസരത്തിൽ NRI ആയിട്ടുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. കാരണം ഗ്രോത്ത് ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും. മാസം 18,000 രൂപയൊക്കെ മാറ്റിവെച്ചാൽ 22% വരെ ആനുവൽ റിട്ടേൺസിന് സാധ്യതയുള്ള ധാരാളം ഫണ്ടുകൾ അവിടെയുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് ഏത് സമയത്തും ഇത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈഫ് കവറേജും ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ അടച്ച പണം വിഡ്രോ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഈ അടച്ച പണം വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലിക്വിഡിറ്റി ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് സ്വിച്ച് ചെയ്ത് മാർക്കറ്റ് റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ സാധിക്കും, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ. 150-ൽ കൂടുതൽ ഫണ്ടുകളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള ഒരു ഫണ്ട് തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങൾക്ക് SIP ആയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് തൃപ്തികരമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ ചില ബാങ്കുകളൊക്കെ 8% മുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ സിബിലിനനുസരിച്ച്, നമ്മുടെ സിബിലൊക്കെ കുറവാണെങ്കിൽ ചിലപ്പോൾ 12%, 13% വരെയൊക്കെ പല ബാങ്കുകളും ചാർജ് ചെയ്യും. അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ ആയിട്ട് 9% ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ROI ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് ആയിട്ടുള്ള 3,47,000 നിന്ന് നമ്മൾ അടയ്ക്കുന്ന ഡൗൺ പേയ്മെന്റ് 69,400 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു റൗണ്ട് ഫിഗർ 2,77,500 ആണ്.
അപ്പോൾ ഇതിന് നമ്മൾ 48 മാസത്തേക്ക് അടയ്ക്കേണ്ടി വരുന്ന EMI എന്ന് പറയുന്നത് 7,863 രൂപയാണ്. ഈ 7,863 രൂപ വെച്ച് 48 മാസം നമ്മൾ അടച്ചു കഴിയുമ്പോൾ ടോട്ടൽ നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 3,77,424 രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് മാത്രം ഏകദേശം 1 ലക്ഷം രൂപ എടുത്ത്, റൗണ്ട് ഫിഗർ 1 ലക്ഷം രൂപ എടുത്ത് 4 വർഷത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കുന്നുണ്ട്. ടോട്ടൽ നമുക്ക് ചിലവായ തുക എന്ന് പറയുന്നത് ഈ 3,77,424 പ്ലസ് നമ്മൾ ഡൗൺ പേയ്മെന്റ് അടച്ച 69,382 രൂപ. അങ്ങനെ 4,46,806 രൂപയാണ് ഈ ബൈക്ക് 4 വർഷത്തെ EMI അടച്ചു കഴിയുമ്പോൾ നമുക്ക് മൊത്തം ചിലവാകുന്നത്. സർവീസ് ഞാൻ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, സർവീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ വരും. ഞാൻ ഫ്യൂവലിന് മാത്രമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു മാസം ഇനി അങ്ങോട്ടുള്ള എല്ലാ ബൈക്കും 1000 കിലോമീറ്റർ ആവറേജ് ഓടും എന്നാണ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ RR 310ന്റെ മൈലേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഒരു 35 വരെ കിട്ടാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം 35 വരെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 35 കിലോമീറ്റർ ഓടും. അങ്ങനെയാണെങ്കിൽ 1000 കിലോമീറ്റർ ഓടാൻ എത്ര ലിറ്റർ പെട്രോൾ വേണം, അത് ആദ്യം നമുക്ക് നോക്കാം. അത് നോക്കുമ്പോൾ ഏകദേശം 1000 ഡിവൈഡ് ബൈ 35 28.5 ലിറ്റേഴ്സ് എന്നാണ് വരുന്നത്. അപ്പോൾ 1 ലിറ്ററിന് 104 രൂപ വെച്ച് 28.5 ലിറ്റർ പെട്രോളിന് ഏകദേശം റൗണ്ട് ഫിഗർ ഒരു 3000 രൂപയാവും. അപ്പോൾ നമ്മൾ ഈ അടയ്ക്കുന്ന 7,863 റൗണ്ട് ഫിഗർ ആയിട്ട് നമുക്ക് 8,000 എന്നെടുക്കാം, പ്ലസ് നമ്മൾ ഈ അടയ്ക്കുന്ന 3000. സോ ടോട്ടൽ ഒരു റൗണ്ട് ഫിഗർ ഒരു മാസം നിങ്ങൾക്ക് ഈ ബൈക്കിന് ചിലവാകുന്നതെന്ന് പറഞ്ഞാൽ 11,000 രൂപയാണ്. അപ്പോൾ 11,000 രൂപ നിങ്ങളുടെ സാലറിയുടെ 20% ആവണം എന്ന് പറയുമ്പോൾ ഒരു മാസം നിങ്ങളുടെ സാലറി 55,000 രൂപയായിരിക്കണം. 55,000 രൂപ നിങ്ങൾക്ക് ഒരു മാസം സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RR 310 വാങ്ങിക്കാം. ഇനി സെക്കൻഡ് ബൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വില കൂടിയതിൽ നിന്ന് കുറഞ്ഞാണ് വരുന്നത്. സെക്കൻഡ് ബൈക്ക് നമ്മൾ നോക്കുന്ന TVS Apache RTR 310 ആണ്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം വരുന്നത് 3,18,000 ആണ്. 20% ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 63,600 രൂപ വരും. ലോൺ എമൗണ്ട് 2,55,000 രൂപ വരും. ഇതിന്റെ മന്ത്ലി EMI അപ്പോൾ 7,232 രൂപ വരും. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 91,880 വരും. അപ്പോൾ ഈ ഇൻട്രസ്റ്റും നമ്മൾ വാങ്ങിച്ച മുതലും കൂടെ തിരിച്ചടയ്ക്കുമ്പോൾ ഏകദേശം 3,47,000 നമ്മൾ തിരിച്ചടയ്ക്കും. അപ്പോൾ ടോട്ടൽ ഈ ബൈക്കിന് നമുക്ക് ചിലവായ പൈസ എന്ന് പറയുന്നത് 4,10,600 രൂപയാണ്. RTR 310ന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 35 കിലോമീറ്റർ ആണ്. 1 ലിറ്ററിന് 35 കിലോമീറ്റർ ഓടും. അങ്ങനെയാണെങ്കിൽ 1000 കിലോമീറ്റർ ഓടാൻ എത്ര ലിറ്റർ പെട്രോൾ വേണം? 1000 ഡിവൈഡ് ബൈ 35 ഏകദേശം 28.5. അപ്പോൾ ലിറ്റർ പെട്രോൾ 104 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 3000 രൂപ നമുക്ക് 1000 കിലോമീറ്റർ ഓടാൻ ആവശ്യം വരും. നമ്മൾ ഇതിന് ടോട്ടൽ അടയ്ക്കുന്ന EMI എന്ന് പറയുന്നത് 7,232 ആണ്. 7,232 പ്ലസ് 3,000 എന്ന് പറയുമ്പോൾ ഏകദേശം 10,232 റുപ്പീസ് ആണ് ഒരു മാസം നമുക്ക് ഈ ബൈക്കിന് ചിലവാകുന്നത്. മിനിമം മന്ത്ലി ഒരു 50,000 രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RTR 310 വാങ്ങിക്കാം. മൂന്നാമതായി നമ്മൾ നോക്കുന്ന ബൈക്ക് CB 350 RS ആണ്. അപ്പോൾ CB 350 RSന്റെ ഓൺ റോഡ് പ്രൈസ് റൗണ്ട് ഫിഗർ ആയിട്ട് വരുന്നത് 2,81,000 രൂപയാണ്. അപ്പോൾ അതിന്റെ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് 20%, 56,140 രൂപ. 4 വർഷ കാലാവധി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9%. EMI വരുന്ന 6,362 രൂപയാണ്. ഇൻട്രസ്റ്റ് വരുന്നത് 80,819 രൂപയാണ്. സോ നമ്മൾ എടുത്ത ലോണും ഇൻട്രസ്റ്റും കൂടെ തിരിച്ചടയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 3,05,376 രൂപയാണ്. സോ മുഴുവൻ തുക എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ലോൺ, അതിന് വരുന്ന ഇൻട്രസ്റ്റ്, നമ്മൾ അടച്ച ഡൗൺ പേയ്മെന്റ്, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം വരുന്നത് 3,61,516 റുപ്പീസ് ആണ്. ഇതിന്റെ മൈലേജ് ഏകദേശം 35 കിലോമീറ്റർ ആണ്. 3000 രൂപയാണ് നമുക്ക് 1000 കിലോമീറ്റേഴ്സ് ഓടാൻ വരുന്നത്. ഇതിന്റെ EMI നമുക്ക് 6,300 റൗണ്ട് ഫിഗർ ആയിട്ട് എടുക്കാം, പ്ലസ് 3,000. സോ 9,300 ആണ് ഒരു മാസം ഈ ബൈക്കിന് നമുക്ക് ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാലറിയുടെ 20% എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറി 46,500 രൂപ നിങ്ങൾക്ക് മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CB 350 RS വാങ്ങാം. അടുത്ത ബൈക്ക് നമ്മൾ നോക്കാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,40,442 രൂപയാണ്. 20% ഡൗൺ പേയ്മെന്റ്, അതായത് 48,000 രൂപ. ലോൺ എമൗണ്ട് ബാക്കി നമുക്ക് വരുന്ന 1,92,442 രൂപയാണ്. 48 മന്ത്സ് EMI. ഒരു മാസം നമ്മൾ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 5,453 രൂപയാണ്. ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ അടയ്ക്കുന്നത് 69,302 രൂപയാണ്. സോ ടോട്ടൽ നമ്മൾ റീപേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,61,744 രൂപയാണ്. മുഴുവൻ നമുക്ക് ചിലവായ രൂപ എന്ന് പറയുന്നത് നമ്മൾ ഈ തിരിച്ചടച്ച ലോൺ പ്ലസ് നമ്മൾ ആദ്യം അടച്ച ഡൗൺ പേയ്മെന്റ് ഏകദേശം 3,09,832 രൂപയാണ് 4 വർഷം കഴിയുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ബൈക്കിന് ചിലവാകുന്ന തുക എന്ന് പറയുന്നത്. ഇതിന്റെ മൈലേജും ഏകദേശം 35 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. സോ 1000 കിലോമീറ്റേഴ്സ് ഓടാൻ നമുക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 3000 ആണ്. അപ്പോൾ ഇതിന്റെ EMI പ്ലസ് പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5,450 പ്ലസ് 3,000 ഏകദേശം 8,450 ആണ് മന്ത്ലി എക്സ്പെൻസ് ഈ ബൈക്കിന് ക്ലാസിക് 350ക്ക് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ക്ലാസിക് 350 അഫോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്
42,000 രൂപയ്ക്ക് മുകളിലായിരിക്കണം. അടുത്ത ബൈക്ക് യമഹ MT-15 ആണ്. MT-15 ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 2,09,770 റുപ്പീസ് ആണ്. ഡൗൺ പേയ്മെന്റ് വരുന്നത് 42,000 ആണ്. ലോൺ ഇടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1,67,770 രൂപയാണ്. മന്ത്ലി EMI വരുന്നത് 4,753 റുപ്പീസ് ആണ്. ഇൻട്രസ്റ്റ് മാത്രം നമുക്ക് വരുന്നത് 60,374 റുപ്പീസ് ആണ്. ടോട്ടൽ നമ്മളെടുത്ത ലോണും ഇൻട്രസ്റ്റും കൂടെ തിരിച്ചടയ്ക്കുമ്പോൾ വരുന്നത് പറയുന്നത് 2,28,144 ആണ്. മുഴുവൻ നമുക്ക് ഈ ബൈക്കിന് വരുന്ന കോസ്റ്റ് ഡൗൺ പേയ്മെന്റ് പ്ലസ് നമ്മളെടുത്ത ലോൺ പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടി വരുന്നത് 2,70,144 റുപ്പീസ് ആണ്. ഈ ബൈക്കിന്റെ മൈലേജ് എന്ന് പറയുന്നത് 56 km/ലിറ്റർ ആണ്. 1000 കിലോമീറ്റേഴ്സ് ഓടാൻ നമുക്ക് 18 ലിറ്റർ പെട്രോൾ വേണ്ടി വരും. 18 ലിറ്റർ പെട്രോളിന് ചെലവാകുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 1,872 രൂപയാണ്. അപ്പോൾ നമ്മുടെ മന്ത്ലി EMI ആയിട്ടുള്ള 4,753 പ്ലസ് പെട്രോൾ എക്സ്പെൻസ് 1,872 ആകുമ്പോൾ 6,625 രൂപയാവും. ഒരു മാസം 33,125 രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MT-15 അഫോർഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ബൈക്ക് FCS FI ആണ്. FCSന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,53,340 രൂപയാണ്. 20% ഡൗൺ പേയ്മെന്റ്, അപ്പോൾ 30,668 രൂപ. ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 1,22,672 രൂപ. EMI വരുന്നത് 3,476 രൂപ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 44,176 രൂപ. അപ്പോൾ ടോട്ടലായി നമ്മൾ തിരിച്ചടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 1,66,848 രൂപയാണ്. മുഴുവൻ നമുക്ക് ഈ ബൈക്ക് ലോൺ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉൾപ്പെടെ ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 1,97,516 രൂപയാണ്. ഈ ബൈക്കിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 45 km/ലിറ്റർ ആണ്. അപ്പോൾ 1000 കിലോമീറ്റേഴ്സ് ഓടാൻ 22 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ നമുക്ക് ആവശ്യമുണ്ട്. 22 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ നമുക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 2,311 രൂപയാണ്. അപ്പോൾ ഈ ബൈക്കിന്റെ EMI പ്ലസ് പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 3,476 പ്ലസ് 2,311 ഏകദേശം 5,700 രൂപയാണ് നമുക്ക് ഒരു മാസം ഈ ബൈക്കിന് ചിലവാകുന്ന തുക എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 28,500 രൂപ നിങ്ങൾക്ക് മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് FCS FI വാങ്ങാവുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ബൈക്ക് ഹോണ്ട യൂണിക്കോൺ ആണ്. ഓൺ റോഡ് പ്രൈസ് വരുന്ന 1,42,870 രൂപയാണ്. ഡൗൺ പേയ്മെന്റ് വരുന്ന 28,574 രൂപയാണ്. ലോണായിട്ട് നമ്മൾ ഇടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,14,296 രൂപയാണ്. മന്ത്ലി നമുക്ക് വരുന്ന EMI 3,238 രൂപയാണ്. ടോട്ടലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് 41,128 രൂപയാണ്. അപ്പോൾ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ നമുക്ക് ചിലവാകുന്ന 1,55,424 രൂപ. ടോട്ടലി നമുക്ക് ബൈക്ക് ലോൺ അടച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡൗൺ പേയ്മെന്റിനോട് കൂട്ടിയിട്ട് 1,84,000 രൂപ ഈ ബൈക്കിന് ചിലവാകുന്നുണ്ട്. ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 50 കിലോമീറ്റർ ആണ്. 1000 കിലോമീറ്റർ ഓടാൻ നമുക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 2,080 രൂപയാണ്. നമ്മുടെ EMI പ്ലസ് ഫ്യൂൽ എക്സ്പെൻസ് നമുക്ക് വരുന്നത് 3,238 പ്ലസ് 2,080 ഏകദേശം 5,318 രൂപയാണ് ഒരു മാസം നമുക്ക് ഈ ബൈക്കിന് ചിലവാകുന്നത്. അപ്പോൾ ഈ ബൈക്ക് അഫോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടാകേണ്ട സാലറി എന്ന് പറയുന്നത് ഏകദേശം 26,590 രൂപ അല്ലെങ്കിൽ 27,000 രൂപയെന്ന് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ 26,000 രൂപയ്ക്ക് മുകളിൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബൈക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത് നമ്മൾ നോക്കുന്ന ബൈക്ക് TVS റൈഡർ ആണ്. TVS റൈഡറിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,23,000 രൂപയാണ്. ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 24,600 രൂപയാണ്. ലോൺ എമൗണ്ട് 98,400 രൂപ നമ്മൾ ഇടുന്നുണ്ട്. EMI വരുന്നത് 2,788 രൂപയാണ്. ഇൻട്രസ്റ്റ് വരുന്നത് 35,419 രൂപ. ടോട്ടൽ നമ്മൾ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ വരുന്നത് 1,33,824 രൂപ. ടോട്ടൽ നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് ഡൗൺ പേയ്മെന്റ് പ്ലസ് ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ഏകദേശം 1,58,424 രൂപ ഈ ബൈക്കിന് നമുക്ക് ചിലവാകുന്നുണ്ട്. ഈ ബൈക്കിന്റെ മൈലേജ് എന്ന് പറയുന്നത് 57 കിലോമീറ്റർ ആണ്. സോ 17 ലിറ്റർ പെട്രോൾ വേണം നമുക്ക് 1000 കിലോമീറ്റർ ഓടാൻ. 17 ലിറ്റർ പെട്രോളിന് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 1,768 രൂപയാണ്. ടോട്ടൽ നമുക്ക് EMI പ്ലസ് ഈ പെട്രോൾ എക്സ്പെൻസ് വരുന്നത് 4,556 രൂപയാണ്. അപ്പോൾ 22,780 രൂപ അതിന് മുകളിൽ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് TVS റൈഡർ അഫോർഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ബൈക്ക് ഹോണ്ട ഷൈൻ ആണ്. ഹോണ്ട ഷൈൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,05,119 ഡൗൺ പേയ്മെന്റ് വരുന്നത് 21,023 രൂപ. അപ്പോൾ നമുക്ക് വരുന്ന ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 84,096 രൂപ. EMI വരുന്നത് 2,383 രൂപ. ടോട്ടൽ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 1,14,384 രൂപ. ഈ ബൈക്കിന് ടോട്ടലായി നമുക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 1,14,384 പ്ലസ് നമ്മുടെ ഡൗൺ പേയ്മെന്റ് ആയിട്ടുള്ള 21,023 രൂപ. അങ്ങനെ ടോട്ടൽ ബൈക്കിന് ലോൺ അടച്ചു കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ചിലവാകുന്നത് 1,35,407 രൂപ. അപ്പോൾ ഈ ബൈക്കിന്റെ മൈലേജ് എന്ന് പറയുന്നത് 55 km/ലിറ്റർ ആണ്. അപ്പോൾ 1000 കിലോമീറ്റർ ഓടാൻ 18 ലിറ്റർ പെട്രോൾ നമുക്ക് വേണം. 18 ലിറ്റർ പെട്രോളിന് 1,872 രൂപ ചിലവാകുന്നുണ്ട്. നമ്മുടെ EMI ആയിട്ടുള്ള 2,383 ഈ 1,872 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം ഈ ബൈക്കിന് ചിലവാകുന്നതെന്ന് പറയുന്നത് 4,255 രൂപയാണ്. അപ്പോൾ ഏകദേശം 21,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ ഈ ബൈക്ക് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്നതാണ്. ഈ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് ബജാജ് പ്ലാറ്റിനയാണ്.
പ്ലാറ്റിനയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 90,000 രൂപയാണ്. ഡൗൺ പേയ്മെന്റ് ആയിട്ട് വരുന്നത് 18,000 രൂപയാണ്. ലോൺ എമൗണ്ട് നമുക്ക് ഇടേണ്ടി വരുന്നത് 72,000 രൂപയാണ്. EMI വരുന്നത് 2043 രൂപയാണ്. ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ ചാർജ് ചെയ്യുന്നത് 25,954 രൂപയാണ്. സോ ടോട്ടൽ നമുക്ക് ഈ വണ്ടിയുടെ ലോൺ എല്ലാം അടച്ചു കഴിയുമ്പോൾ ഡൗൺ പേയ്മെന്റ് ഉൾപ്പെടെ നമുക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 1,16,064 രൂപയാണ്. ഈ ബൈക്കിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 72 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അപ്പോൾ 1000 കിലോമീറ്ററോളം നമുക്ക് ചിലവാകുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് ഏകദേശം 14 ലിറ്റർ ആണ്. 14 ലിറ്റർ പെട്രോളിന് 1,456 രൂപയാവും. അപ്പോൾ നമ്മുടെ EMI ആയിട്ടുള്ള 2043 പ്ലസ് ഈ 1,456 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,499 രൂപയാണ് ഒരു മാസം ഈ ബൈക്കിന് നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ ഏകദേശം 17,000 രൂപ മന്ത്ലി സാലറി നിങ്ങൾക്കുണ്ടെങ്കിൽ ബജാജ് പ്ലാറ്റിന നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സാലറി വെച്ചിട്ട് ഏറ്റവും എക്കണോമിക് ആയിട്ട് നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരാതെ നമ്മുടെ ഫുഡിനോ നമ്മുടെ വസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് നീഡ്സിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു വാൻസിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാതെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു ബൈക്ക് ഏത് സാലറി സ്കെയിലിൽ ഏത് ബൈക്ക് വാങ്ങണം എന്നാണ്. ഇപ്പോൾ ഈ 17,000 രൂപ മന്ത്ലി സാലറി ഉള്ള ആൾക്ക് RR 310 വാങ്ങിക്കാം. കാരണം RR 310 മന്ത്ലി EMI എന്ന് പറയുന്നത് 11,000 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി അയാൾക്ക് കിട്ടുന്ന 6,000 രൂപയായിരിക്കും. ഈ 6,000 രൂപ കൊണ്ട് വേണം അയാൾ ഫുഡ് കഴിക്കാൻ, ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അതടയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ EMI അടയ്ക്കാൻ, ബാക്കി ഡ്രസ്സ് വാങ്ങിക്കാൻ, കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ, ഫുഡിന് വേണ്ടി അരി, പഞ്ചസാര അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ നോക്കാൻ, ഇതെല്ലാം ബാക്കിയുള്ള പൈസയിൽ നിന്ന് വേണം വാങ്ങിക്കാൻ. അപ്പോൾ മറ്റു വീഡിയോകളൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ബൈക്ക് വാങ്ങിക്കാനുള്ള പൈസ മാറ്റി വെക്കൂ എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഒരു ബൈക്ക് എന്നുള്ളത് വളരെ ചെറുപ്പം മുതലെയുള്ള നമ്മുടെ വലിയൊരു സ്വപ്നമാണ്, നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. അതുപോലെ ചില ബൈക്കുകളൊക്കെ ഓടിക്കുന്നതിന് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് എൻജോയ് ചെയ്യുന്നതിന് പ്രായം എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമ്മുടെ 18-20 വയസ്സിൽ നമ്മൾ ഇച്ചിരി ഒരു ഷോ ഓഫ് ഒക്കെ കാണിച്ച് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളൊന്നും പറയണമെന്നില്ല. അതേസമയം ഒരു 35-40 വയസ്സായിട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നായിരിക്കും ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓരോ പ്രായത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഓരോ പ്രായത്തിൽ എൻജോയ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ആ പ്രായത്തിൽ തന്നെ എൻജോയ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത ആളാണ്. അന്ന് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഏറ്റവും മികച്ച ബൈക്ക് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. CBR ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ടീനേജ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. സോ നിങ്ങളെ കൊണ്ട് ഫിനാൻഷ്യലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ബൈക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതൊക്കെ തീർച്ചയായിട്ടും അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ട സമയത്ത് നമ്മൾ ആസ്വദിക്കണം. ഈ ബൈക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഏജിൽ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. സോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ബൈക്ക് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. ആ ഒരു നിങ്ങളുടെ ടൈം എൻജോയ് ചെയ്യുക. എക്കണോമിക് ആയിട്ട് നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സം വരാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഏത് സാലറി സ്കെയിലിന് ഏത് ബൈക്ക് വാങ്ങണം എന്നാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോൺ 10 year കൂട്ടുകയാണെങ്കിൽ മന്ത്ലി വരുന്ന അടവ് കുറച്ചുകൂടി കുറയും. അതായത് ഇപ്പോൾ നമ്മൾ 4 വർഷമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ചില കേസസിൽ ചില ബാങ്കുകളൊക്കെ 7 വർഷം വരെ കൊടുക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ മന്ത്ലി അടയ്ക്കേണ്ട തുക കുറയും. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ബൈക്ക് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു 4 വർഷത്തെ ലോണാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. കാരണം ഒരു 4 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്കൊന്നെങ്കിൽ ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ആ ബൈക്ക് നമുക്ക് കൊടുക്കാൻ തോന്നും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ ലോൺ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പോഴേ നമ്മൾ സേഫായിട്ട് നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ ബൈക്ക് വാങ്ങിക്കാൻ പറയുന്നത്. അപ്പോൾ ബൈക്ക് എടുക്കുമ്പോൾ എപ്പോഴും 4 വർഷത്തെ ലോൺ തന്നെ ഇടുന്നതാണ് സേഫ് എന്ന് പറയുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബാങ്കുകളൊന്നും 7 വർഷം തരില്ല. മോസ്റ്റ്ലി എല്ലാ ബാങ്കുകളും 4 വർഷം വരെയൊക്കെയാണ് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8% മുതൽ നമ്മുടെ സിവിൽ സ്കോർ അനുസരിച്ച് ഏകദേശം ഒരു 10, 11, 12% വരെയൊക്കെ പോവാം. അപ്പോൾ അതൊക്കെ വേരി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഐഡിയൽ കണ്ടീഷനിലാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ സാലറി സ്കെയിലിന് ഏത് ബൈക്കാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനിയൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏകദേശം 15,000 രൂപ മുതൽ 20,000 രൂപ വരെ സാലറിയുള്ള ആളുകൾക്ക് ബജാജിന്റെ പ്ലാറ്റിന പോലുള്ള ബൈക്കുകൾ വാങ്ങാം. അതായത് ഏകദേശം 1 ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന ബൈക്കുകൾ വാങ്ങിക്കാം. 20,000 രൂപ മുതൽ 30,000 രൂപ വരെ സാലറി വരുന്ന ആളുകൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ വരെ വില വരുന്ന ബൈക്കുകൾ വാങ്ങിക്കാം. അതായത് ഹോണ്ട ഷൈൻ, ഹോണ്ട യൂണിക്കോൺ, TVS റൈഡർ, FCS FI ഇതുപോലുള്ള ബൈക്കുകൾ വാങ്ങിക്കാം. ഇനി 30,000 രൂപ മുതൽ 40,000 രൂപ വരെ സാലറിയുള്ള ആളുകൾക്ക് MG15 പോലുള്ള ബൈക്കുകൾ വാങ്ങിക്കാം. അതായത് ഏകദേശം 2 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ബൈക്കുകൾ. ഇനി 40,000 രൂപ മുതൽ 50,000 രൂപ വരെ സാലറി ഉള്ള ആളുകൾക്ക് TVS Apache RTR 310, CB 350 RS, Classics 350 ഈ പറയുന്ന പോലെ 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ബൈക്കുകൾ വാങ്ങിക്കാം. ഇനി 50,000 രൂപ മുതൽ 60,000 രൂപ വരെ സാലറി ഉള്ള ആളുകളാണെങ്കിൽ TVS Apache RR 310 പോലുള്ള ബൈക്കുകൾ വാങ്ങിക്കാം. അതായത് ഏകദേശം ഒരു 3 ലക്ഷം മുതൽ 3.5 ലക്ഷം 4 ലക്ഷം രൂപ വരെ വില വരുന്ന ബൈക്കുകൾ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NRI ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് മറക്കേണ്ട. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ സാലറി അനുസരിച്ച് ഏത് ബൈക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക്
മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.